കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂമികയിൽ നിർണായകമായിട്ടുള്ള സ്വാധീനം ചെലുത്താൻ ലക്ഷ്യം വിട്ട് നീങ്ങിയ ബി.ജെ.പിക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള തിരിച്ചടികളാണ് നേരിടേണ്ടി വന്നിരിക്കുന്നത് എന്ന വിലയിരുത്തലിലാണ് പാർട്ടി കോർ കമ്മിറ്റി ഇപ്പോൾ എത്തി നിൽക്കുന്നത്. കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന FCRA ബിൽ കേരളത്തിലെ ക്രൈസ്തവ സഭകൾക്കിടയിൽ വലിയ തോതിലുള്ള അവിശ്വാസത്തിന് കാരണമായെന്നും ഇത് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ സാധ്യതകളെ ഗുരുതരമായി ബാധിച്ചുവെന്നും നേതൃത്വം സമ്മതിക്കുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെത്തിയപ്പോൾ സഭാ നേതൃത്വത്തിന്റെ ആശങ്കകൾ പരിഹരിക്കാൻ ശ്രമിക്കുകയും നിലപാടുകൾ വ്യക്തമാക്കുകയും ചെയ്തെങ്കിലും സഭകളുടെ ഉള്ളിലുള്ള ഭീതി പൂർണ്ണമായും വിട്ടുമാറിയിട്ടില്ല എന്നതാണ് വസ്തുത. ഈ സാഹചര്യം രാഷ്ട്രീയമായി മുതലെടുക്കുന്നതിൽ UDFും LDFും ഒരുപോലെ വിജയിച്ചുവെന്നും സഭകളെ BJPയിൽ നിന്ന് അകറ്റാൻ ഈ പ്രചാരണങ്ങൾ സഹായിച്ചുവെന്നും കോർ കമ്മിറ്റി യോഗം നിരീക്ഷിച്ചു. സഭകളുമായും ബിഷപ്പുമാരുമായും നല്ല ബന്ധം സ്ഥാപിക്കാൻ കേന്ദ്ര നേതൃത്വം കിണഞ്ഞ് ശ്രമിക്കുന്നതിനിടെ പാർട്ടിയിലെ തന്നെ ചില നേതാക്കൾ നടത്തിയിട്ടുള്ള പ്രസ്താവനകൾ തിരിച്ചടിയായി മാറിയിട്ടുണ്ട്. സഭകൾക്കും ബിഷപ്പുമാർക്കുമെതിരെ രൂക്ഷമായ ഭാഷയിൽ സംസാരിച്ച PC ജോർജിന്റെയും മകൻ ഷോൺ ജോർജിന്റെയും നടപടികൾക്കെതിരെ BJP കോർ കമ്മിറ്റിയിൽ വലിയ വിമർശനമാണ് ഉയർന്നത്. ക്രൈസ്തവ വോട്ടുകൾ ഏകീകരിക്കാൻ പാർട്ടി ശ്രമിക്കുമ്പോൾ ഇത്തരത്തിലുള്ള പ്രകോപനപരമായിട്ടുള്ള പ്രസംഗങ്ങൾ സമുദായത്തെ അകറ്റാനേ ഉപകരിക്കൂ എന്ന് പാർട്ടി വിലയിരുത്തുകയാണ്. ശോഭാ സുരേന്ദ്രനെതിരെയും യോഗത്തിൽ കടുത്ത വിമർശനങ്ങളുണ്ടായി. പാർട്ടിയുടെ അച്ചടക്കത്തിന് നിരക്കാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങളും പരസ്യ പ്രതികരണങ്ങളും തെരഞ്ഞെടുപ്പ് ഫലത്തെ പ്രതികൂലമായി ബാധിച്ചേക്കുമെന്ന ആശങ്ക നേതാക്കൾ പങ്കുവച്ചു. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് കേരളത്തിൽ അനുകൂലമായൊരു തരംഗം BJPക്ക് ഉണ്ടായിരുന്നുവെങ്കിലും തെരഞ്ഞെടുപ്പ് അടുത്തതോടെ ആ സാഹചര്യം പെട്ടെന്നങ്ങ് മാറി മറിയുകയായിരുന്നു. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വലിയ വിജയങ്ങൾ പ്രതീക്ഷിച്ച നേതൃത്വം ഇപ്പോൾ കടുത്ത നിരാശയിലാണ് പോകുന്നത്. BJP A+ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിരുന്ന പല മണ്ഡലങ്ങളിലും ശക്തമായ തിരിച്ചടി നേരിടുമെന്നാണ് നിലവിലെ വിലയിരുത്തൽ. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 9 നിയമസഭാ മണ്ഡലങ്ങളിൽ മുന്നിലെത്തിയ ആവേശം മുൻനിർത്തി 30 സീറ്റുകൾ കേന്ദ്രീകരിച്ചാണ് പാർട്ടി പ്രചാരണ പരിപാടികൾ ആസൂത്രണം ചെയ്തത്. കുറഞ്ഞത് 10 സീറ്റിലെങ്കിലും വിജയിക്കുമെന്ന ഉറപ്പാണ് സംസ്ഥാന നേതൃത്വം കേന്ദ്ര നേതൃത്വത്തിന് നൽകിയത്. എന്നാൽ പോളിംഗ് കഴിഞ്ഞുള്ള വിലയിരുത്തലുകൾ പ്രകാരം ഈ പ്രതീക്ഷ 3 സീറ്റുകളിലേക്ക് മാത്രമായി ചുരുങ്ങിയിരിക്കുകയാണ്. ഈ 3 സീറ്റുകളിൽ തന്നെ കടുത്ത മത്സരമാണ് നടക്കുന്നത് എന്നതിനാൽ തന്നെ വിജയം എത്രത്തോളം ഉറപ്പാണെന്ന് പറയാനും കഴിയില്ല. ഏറ്റവും കൂടുതൽ ജയസാധ്യത കൽപ്പിച്ചിരുന്ന പാലക്കാടും വട്ടിയൂർക്കാവും ഇപ്പോൾ BJPയുടെ ജയസാധ്യതാ ലിസ്റ്റിൽ നിന്ന് പാടെ ഒഴിവായിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ആറന്മുള, കാട്ടാക്കട തുടങ്ങിയ മണ്ഡലങ്ങളിൽ തുടക്കത്തിലുണ്ടായിരുന്ന പ്രതീക്ഷകൾ പതുക്കെ അങ്ങ് മങ്ങിപ്പോവുകയും ചെയ്തു. സ്ഥാനാർത്ഥി നിർണയത്തിലും പ്രചാരണത്തിലും വന്ന പാകപ്പിഴകളും പ്രാദേശികമായിട്ടുള്ള എതിർപ്പുകളും ഈ മണ്ഡലങ്ങളിലെ വിജയസാധ്യതകളെ ബാധിക്കുകയും ചെയ്തു. നിലവിൽ നേമം, കഴക്കൂട്ടം, മഞ്ചേശ്വരം എന്നീ മണ്ഡലങ്ങളിൽ മാത്രമാണ് BJPക്ക് നേരിയ വിജയപ്രതീക്ഷയെങ്കിലും ശേഷിക്കുന്നത്. ഇതിൽ തന്നെ നേമത്തും മഞ്ചേശ്വരത്തും കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ ശക്തമായ ത്രികോണ മത്സരം നടന്നതിനാൽ ഫലം പ്രവചനാതീതവുമാണ്. FCRA പോലുള്ള നിയമങ്ങൾ സഭകളെ ലക്ഷ്യം വെച്ചുള്ളതാണെന്ന രാഷ്ട്രീയ പ്രചാരണം തടയുന്നതിൽ പാർട്ടി പരാജയപ്പെട്ടുവെന്ന് മാത്രമല്ല, ന്യൂനപക്ഷ വിഭാഗങ്ങളെ വിശ്വാസത്തിലെടുക്കുന്നതിൽ വലിയ വിടവ് വന്നതായും പാർട്ടി കരുതുകയാണ്. സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ സ്വാധീനം ചെലുത്തുമെന്ന് കരുതിയ പല നീക്കങ്ങളും പാളിപ്പോയതിന്റെ കാരണങ്ങൾ പരിശോധിക്കുമ്പോൾ ഉൾപാർട്ടി തർക്കങ്ങളും കൃത്യമായിട്ടുള്ള ഏകോപനത്തിന്റെ കുറവും പ്രധാന വില്ലന്മാരായി അങ്ങനെ മാറുകയാണ്. A+ മണ്ഡലങ്ങളിൽ പോലും വോട്ട് വിഹിതത്തിൽ കുറവുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടുകൾ BJP കേന്ദ്ര നേതൃത്വത്തെയും അലോസരപ്പെടുത്തുന്നുണ്ട്. കേരളത്തിലെ മാറുന്ന രാഷ്ട്രീയ സാഹചര്യം മുൻകൂട്ടി കാണുന്നതിലും അതിനനുസരിച്ചുള്ള തന്ത്രങ്ങൾ മെനയുന്നതിലും സംസ്ഥാന നേതൃത്വത്തിന് സംഭവിച്ച വീഴ്ചകൾ വരും ദിവസങ്ങളിൽ പാർട്ടിയിൽ വലിയ കലഹങ്ങൾക്ക് വഴി തുറക്കാനാണ് സാധ്യത. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയൊരു രാഷ്ട്രീയ മുന്നേറ്റം നടത്തി കേരളത്തിലെ രാഷ്ട്രീയ ചിത്രത്തിൽ നിർണായക ശക്തിയാകാൻ ഒരുങ്ങിയ BJPക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന സൂചനകൾ തികച്ചും ആശാവഹവുമല്ല. BJP നേതൃത്വത്തിന്റെ വിമുഖതയും മുതിർന്ന നേതാക്കളുടെ വിവാദ പരാമർശങ്ങളും പാർട്ടിയെ സ്വയം പ്രതിരോധത്തിലേക്കാണ് തള്ളിവിട്ടിരിക്കുന്നത്. 30 സീറ്റുകളിൽ നിന്ന് 10ലേക്കും അവിടെ നിന്ന് 3ലേക്കും ചുരുങ്ങിയ BJPയുടെ പ്രതീക്ഷകൾ കേരളത്തിലെ രാഷ്ട്രീയ മനസ്സ് BJPക്ക് ഇനിയും വഴങ്ങിയിട്ടില്ല എന്നതിന്റെ കൃത്യമായിട്ടുള്ള ഒരു തെളിവായി മാറുകയാണ്.